സാഗറിന്റെ അനിയനെ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഓ എന്ത് ഇതൊക്കെ എത്ര കണ്ടിരിക്കുക. സെറീനല്ലേ, സെറീന പറ്റി എല്ലാവർക്കും അറിയേണ്ടത് അതാണ്. പിടിച്ചോ പിടിച്ചോ. ഞാൻ പറഞ്ഞേ അയിലമത്തി എന്ന് പറഞ്ഞ അവിടെ ഉണ്ടല്ലോ, അയില ചാളൊക്കെ എഴുതിണ്ടല്ലോ ബോർഡില്. ടോപ്പിക് മാറ്റുന്നില്ല. ഞാൻ മറ്റേ ചക്രവ്യൂഹം ടാസ്കിന്റെ ഇടയിൽ ഞാൻ നേരത്തെ ഔട്ടായി. ഞാൻ ശോഭ ചേച്ചി ഔട്ടായിപ്പോയി. അപ്പൊ ഞാൻ ശോഭ ചേച്ചി ഔട്ടായപ്പോ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് സ്കിറ്റ് ചെയ്തായിരുന്നു. സ്കിറ്റ് ചെയ്തപ്പോ എപ്പോഴോ ഈ ടോപ്പിക്ക് വന്നു, അയിലമത്തി ഐ ലവ് യു എന്ന് പറഞ്ഞ ടോപ്പിക്ക് വന്നു. അപ്പൊ എപ്പോഴും അവളെന്താ പറഞ്ഞേ, അല്ല ഞാൻ പാട്ട് വിടും അയിലമത്തി. പിന്നെ അങ്ങനത്തെ ഒരു കോഡായി മാറി അയിലമത്തി ആ സ്കിറ്റിൽ സംഭവിച്ച. പിന്നെ സെറീനയായിട്ടുള്ള കൂടുതൽ അറ്റാച്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ളത് സെറീനയായിട്ടാണ്. ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു ബ്ലിങ്കിലൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ആ കുട്ടി എന്ന് വെച്ചാൽ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ സെറീനയെ എനിക്ക് അറിയാം. എൻ്റെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ സെറീനയെ എനിക്കറിയാം. ആ കുട്ടി ഭയങ്കരമായിട്ട് അമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ആ കുട്ടി വേറെ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതും എന്നെയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ കണക്ഷൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതികളും. നിങ്ങൾ ഭയങ്കര പ്രണയം, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ചിന്തിക്കുന്ന ആശയങ്ങളും അവൾ ചിന്തിക്കുന്ന ആശയങ്ങളും ഭയങ്കരമായിട്ടൊരു കണക്ഷനും ഭയങ്കരമായിട്ട് ലവിങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നോ കോംപ്രമൈസ്. അവിടെ മാത്രം ഗെയിം എന്നുള്ള രീതിയിൽ അതാണ് പല ആൾക്കാരും സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴേക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് സ്ട്രാറ്റജി ആയിട്ട് കണ്ടിട്ടിരിക്കാൻ ആവശ്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ സ്വപ്നമാണ്. എനിക്ക് 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ലവ് സ്ട്രാറ്റജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് സ്ട്രാറ്റജി അല്ല, എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇഷ്ടമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിലില്ല. ഞാൻ പഠിച്ചതൊരു ബോയ്സ് ഓൺലൈനാണ് പഠിച്ചത്. +4ാം ക്ലാസ് വരെ മിക്സഡ് പഠിച്ചിട്ടുള്ളൂ. പിന്നെ 12 വരെ +2 വരെ ബോയ്സിൽ. പിന്നെ അവിടുന്ന് മെക്കാനിക്കല്, അവിടെയും ബോയ്സിൽ. PG യിലാണെങ്കിൽ അവിടെ 4 പേര്. മെക്കന്നെ. പിന്നെ എവിടെയാ അതിൻ്റെ അമ്മ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സെറീനിൻ്റെ അടുത്ത. കാരണം 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കുക. നമ്മൾ ജുനൈസായിട്ട് ഉണ്ടെങ്കിലും പക്ഷെ പല കാര്യങ്ങളും തുറന്നു ഒന്ന് സംസാരിച്ച് അവൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റും വലിയ കാര്യങ്ങളിലേക്ക് പോവാ. പിന്നെ ചെമലിനോട് നോക്കി സംസാരിക്കാൻ പറ്റും. എനിക്ക് വട്ട് പിടിക്കൂലേ. ആരെങ്കിലും ഒരാളെടുത്ത് കണക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ആളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സെറീനയുടെ അടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളത്. അവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇതിപ്പോ ഞാൻ പറയട്ടെ, പുറത്ത് മേ ബി അതെന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടത്തിലാണ്, പ്രണയത്തിലാണെന്നുള്ള ഒരു പ്രണയം ഇഷ്ടം വന്നത് എന്താ വെച്ചാൽ മേ ബി ഇതിങ്ങനെ വരുന്ന ഈ ഒരു ട്രാക്ക് വരുന്നതിന് മുന്നേ തന്നെ റെനീഷയും സെറീനയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. റെനീഷ സെറീനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, സാഗറേട്ടൻ എന്തോ ഒരു ഇത് നിന്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെ ഒരു രീതിയിൽ റെനീഷ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് ഓൾറെഡി നടന്ന കാര്യമായിട്ട് ആൾക്കാരുടെ എന്തോ ഒരു ഇത് സെറീന അടുത്ത് ഉണ്ട്. അപ്പൊ സെറീന അവിടെ നിന്ന് ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും റെനീഷ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലും നീ നോയല്ലേ പറയുള്ളൂ. അപ്പൊ സെറീന ഓഫ്കോഴ്സ് ഞാൻ നോയെ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിനുശേഷമാണ് മേ ബി സാഗർ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ സെറീനയ്ക്കും തിരിച്ച് സാഗറിനോട് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ. ഈ പറഞ്ഞ സ്നേഹം പല രീതിയിലുണ്ടല്ലോ. പ്രണയം എന്നുള്ള സ്നേഹം മാറ്റി വെച്ചാൽ മേ ബി ഒരു സ്നേഹം സെറീനയ്ക്കും തോന്നിയിട്ടുണ്ടാവാം. പിന്നീട് സെറീനയിൽ ഉണ്ടായ ഒരു മാറ്റം അതാണ് പുറത്ത് വേറൊരു രീതിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അല്ല, നിങ്ങൾ അതിന്റെ അകത്തുള്ളപ്പോ ഓൾറെഡി റെനീഷയും സെറീനയും തമ്മിലൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് സാഗറും സെറീനയും ഇത്ര അറ്റാച്ച്ഡ് ആവുന്നത് കാണിക്കുന്നത്. അറിയുന്നില്ല. അങ്ങനെ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു കൂട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അത് വെച്ചിട്ടാണ് ആളുകൾ കണക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയാം, പക്ഷെ എനിക്ക് അതറിയില്ല. അവിടെ റെനീഷ സെറീന ടോക്ക് എന്താണെന്ന് എനിക്ക് സത്യം അറിയില്ല എന്താണ്. ഇതായിരുന്നു ടോക്ക്. പക്ഷെ സെറീനയാണ് അടുത്ത് വന്നിട്ടുള്ള ഒരു നല്ല രീതിയിലൊക്കെ സംസാരിച്ചൊളിക്കുക മൊമെന്റിൽ അങ്ങനെ ആ രീതിയിലൊക്കെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഞാൻ വെക്കുന്നത്. ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ അവളുടെ അടുത്ത് സെറീനയുടെ അടുത്ത് ഇഷ്യൂഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചിത്തേട്ടം വന്നപ്പോൾ എനിക്കത് ഗെയിം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയിൽ. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ. അപ്പം ഞാൻ രാത്രി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പർപ്പസ്ഫുള്ളി ഗെയിം എന്നതിൽ മാറി നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിലല്ല അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ഇനി നോമിനേറ്റ് ചെയ്യാൻ റീസൺ എന്ന് പറയുമ്പോൾ സാഗറും സെറീനയും തമ്മിൽ ലവ് ട്രാക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ്.
ഇങ്ങനെയൊക്കെ വരും. അത് നമുക്ക് രണ്ടുപേരും ബാധിക്കുന്ന സാധനം. ഞാൻ തന്നെ അവളുടെ അടുത്ത് പർപ്പസ്ഫുള്ളി അങ്ങനെ 1-2 പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ആൾക്കാർ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് രാത്രി ഒരു സാഗർ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഭയങ്കര മോശം, അങ്ങനെയാണ് മച്ചാനെ, ഇങ്ങനെയാണ് സംഭവം, ഗെയിമുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാണ്, അവളോട് ഒരു ബ്രേക്ക് ഇടാണ് നമുക്ക് എല്ലാം കൊണ്ടും നല്ലത്, ആ രീതിയിൽ വന്നു. പക്ഷെ വീണ്ടും ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ, വേറെ ആരും സംസാരിക്കില്ല പറവരി. നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ അവരാണ്, പിന്നെ ആരോട് സംസാരിക്കാൻ പിന്നെ കമന്റ്സ് ഒക്കെ എന്താ വന്നതെന്നറിയോ, നിങ്ങൾ ഇടയ്ക്ക് സോഫയിൽ ഇരുന്ന് സംസാരിക്കുമല്ലോ, എന്നിട്ട് ഉറക്കെ സംസാരിക്കാനൊക്കെ നിങ്ങൾ രണ്ടുപേരും സോഫയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമല്ലോ, അപ്പൊ താഴെ വരുന്ന കമന്റ്സ്, ഓ അവരുടെ സ്നേഹം അത്രയും പ്യുവർ ആയിരിക്കും, അവരിപ്പം അത് വേണ്ട, പുറത്തിറങ്ങിയിട്ട് അവരത് തമ്മിൽ സംസാരിച്ച് സെറ്റ് ആക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ഓപ്പൺ ആയിട്ട് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കില്ല, പക്ഷെ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് സംസാരിച്ചിട്ടില്ല, പക്ഷെ ഞാനത് സ്റ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അല്ല, എല്ലാവരും പറയുന്നത് അവരുടെ ആ ഒരു സ്നേഹത്തിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു സ്പേസ് കൊടുക്കുക, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഇത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, പുറത്തിറങ്ങിയിട്ട് ഞാനും സംസാരിച്ചിട്ടില്ല, അവളും സംസാരിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. ഇപ്പൊ അവള് ഗെയിം കഴിഞ്ഞ് ഇറങ്ങുമ്പോ എന്താന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ അത് എന്നെ സംഭവിച്ചത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഗെയിം വെച്ച് കളിക്കുകയാണ്, എനിക്കൊന്നും പറയില്ല, വെറുതെ എനിക്കൊന്നും പറയില്ല, എനിക്ക് അങ്ങനെ നിലനിൽക്കൊന്നും വേണ്ട. ഇപ്പൊ രജിത്തേട്ടൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ ലവ് സ്ട്രാറ്റജി ആണല്ലോ ഇത്, നിങ്ങൾ അതൊക്കെ മാറ്റിക്കുമ്പോൾ അവള് പറയുന്നത് അത് സ്ട്രാറ്റജി അല്ല. അപ്പൊ എനിക്ക് അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്, പുറത്തിറങ്ങിയിട്ട് എനിക്കറിയില്ല എന്താണ് ഞാൻ. പക്ഷെ എൻ്റെ രീതിയിൽ പറയും, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള കുട്ടിയാണ്. എൻ്റെ പല കാര്യങ്ങളും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട്, ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എന്റെ ഉത്തരം. അതൊരു ലവ് സ്ട്രാറ്റജി അല്ല. പിന്നെ പറഞ്ഞ പോലെ പുറത്തറിയാലോ, നമ്മള് ചെറുതെന്തെങ്കിലും ഇതിന്റെ മുന്നില് ഇപ്പൊ ഇതിന്റെ മുന്നിൽ നടക്കുന്നതിന് തൊട്ട് മുന്നിൽ വലിയൊരു കഥയുണ്ടാവും, ആ കഥ നിങ്ങൾ കാണുന്നില്ല. അതെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് സാധനം വരുമ്പോ ഓ സാഗറും സെറീനയും റിലേഷൻഷിപ്പിലാണ്, അങ്ങനെയുള്ള ഒരു സംഭവമാണ് മൊത്തത്തിൽ ഇവിടെ പുറത്ത് കാണുന്ന പോലെയല്ല. എഡിറ്ററിന്റെ കയ്യിലാണ്, എഡിറ്ററിന് വില്ലനാക്കാം, നായകനാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, ഇപ്പോ റെനീഷയുടെ സെറീനയുടെ കോൺവെർസേഷൻ കഴിഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെ സംഭവത്തിലേക്ക് എത്തി. പിന്നെ മൂന്നാമത് വരുന്നത് ആ ലവ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, പിന്നെ അതൊരു ട്രോളായി ഇവിടെ. അവിടെ എത്തിയപ്പോഴേക്കും സംഭവം പിന്നെ എല്ലാരും ദൈവം ഇത് എന്താണ് നടക്കണേന്നായി. ഇത് വേറെ പ്രശ്നം. നാദര വന്നിട്ട് ഇഷ്ടാന്ന് പറഞ്ഞു എന്റെ അടുത്ത്, സാധനം എനിക്ക് അത് മാത്രമല്ല ജുനൈസിന് സെറീനയുടെ ആകെ കൂടി അവിടെ ഞാൻ ആരോട് ഗെയിം കളിക്കും എന്നുള്ളൊരു അവസ്ഥയിലായി പോയി. അതിൽ എനിക്ക് ജുനൈസ് പലപ്പോഴും നമ്മൾ 3 പേരായിട്ട് ഇരിക്കുമ്പോൾ ജുനൈസ് സെറീനയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇവിടെ എന്തോ ഒരു ഇതുണ്ടെന്ന്. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കണ്ടേ, ഞാൻ മൂന്നാമതിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒഴിഞ്ഞു മാറിപ്പോകും. പക്ഷെ അത് സെറീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. അപ്പൊ സെറീന ഒരു ദിവസം ഇത് മനസ്സിലാക്കിയ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാ, സാറ് ജുനൈസ് എൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടമുണ്ട്. അപ്പൊ എനിക്കത് നേരത്തെ അറിയാം, എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയും അവർക്ക് അങ്ങനെ വരുമ്പോൾ ജുനൈസ് എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ നൈസായിട്ട് എപ്പോഴും അതിന് രണ്ടുപേരും സംസാരിച്ചു, എനിക്കത് മനസ്സിലായിട്ടുണ്ടായി. പക്ഷെ സാർ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. പിന്നെ നാദയുടെ കാര്യം എന്ന് പറയുന്നത്, അവൾക്ക് തുടക്കത്തിൽ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപിക ഞാൻ പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോഴൊക്കെയാണ് പറയുന്നത്, ഗോപിക അടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവളെൻ്റെ അടുത്ത് ഇഷ്ടമാണ് ഒരു കാര്യം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എടാ എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണെടാ, നിനക്കറിയാലോ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താണെന്ന്. ഞാൻ ചെറുപ്പം മുതലേ സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള ഒരാളല്ല, ഞാൻ പലപ്പോഴും സ്നേഹം പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ നീ എന്താണ് ഞാൻ സ്നേഹിക്കുന്ന എന്നെ നിനക്ക് എന്താ പറ്റാത്തേ? അവിടെ വലിയൊരു പോയിന്റ് പറഞ്ഞു. അപ്പം അത് എനിക്ക് ആ പോയിന്റ് പുറത്ത് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കറക്റ്റായിട്ട് പറയട്ടെ, ഞാൻ പുറത്ത് ഭയങ്കര സ്നേഹം കിട്ടാത്ത ആളാണ്, ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ്, എനിക്കിതൊരു സ്നേഹം കിട്ടിയിട്ടില്ല, ഞാൻ ഭയങ്കര സ്നേഹം പിടിച്ച് മേടിക്കുന്ന ഒരാളാണ്, എനിക്ക് തന്നെ ഉള്ള ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഇഷ്ടം കാണാൻ പറ്റില്ല. എൻ്റെ ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ്, എനിക്ക് ആ കുട്ടിയുടെ ഇമോഷൻ അത് മാറ്റി കളയാനും മാച്ച് കളയാനും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല, എനിക്ക് നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ അവൾ നോമിനേഷൻ്റെ പ്രോസസ്സിൽ എത്തുമ്പോൾ എനിക്ക് പുറത്ത് പോയാലും കുഴപ്പമില്ല, പക്ഷെ ഇനിയുള്ള 2-3 ദിവസം നീ എൻ്റെ കൂടെ എന്നെ ഒന്നിന്ന് സംസാരിച്ച് ഞാൻ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അവിടെ നോന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയില്ല. അവൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. നമ്മളാണെങ്കിൽ സ്നേഹത്തിന്റെ മുന്നിൽ അതിന് മാത്രം നമ്മൾ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഗെയിം വെച്ച് കളിക്കാൻ എനിക്ക് അറിയില്ല, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര പ്യൂറായിട്ടുള്ള പരിപാടിയാണ്, അത് വെച്ച് ഗെയിം കളിക്കുക ഇപ്പോഴും എൻ്റെ ഒരു ഇത്. അപ്പോൾ അവളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം അവൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, പക്ഷെ എനിക്കാണ് തിരിച്ച് പണി കിട്ടിയത്, അത് വേറെ വശം. അപ്പോൾ അവള് എവിക്ഷൻ്റെ തൊട്ട് മുന്നേക്ക് അത് കിട്ടുകയാണെങ്കിൽ
അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാനാണ് ഇപ്പൊ എവിറ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്, അവളവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ വേറൊരു ട്വിസ്റ്റ്. ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയാം എനിക്കിപ്പോ അങ്ങനെ കാണാൻ പറ്റില്ല നോ എന്ന് പറയുകയാണെങ്കിൽ അവള് മേലെ പോയിട്ട് ഇരുന്നിട്ട് അറിയും. അപ്പോഴും കട്ട് വരും, ഓ സാഗർ സൂര്യ എത്ര ക്രൂരനാണ്, ഇത്രയും സ്നേഹം തുറന്ന് പ്രകടിപ്പിച്ചിട്ട് പോലും നോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കരയും, അവൾ ഇമോഷണൽ ആവും. അപ്പോൾ ഞാൻ അവിടെ ചിരിച്ചിരിക്കുന്ന ഒരു ഷോട്ടും കരയുന്ന ഒരു ഷോട്ടും അപ്പോഴും പ്രശ്നം തന്നെയാണ്. തട്ടിയും മുട്ടിയും എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് സാഗർ. പിന്നീട് ബിഗ് ബോസിലൂടെയാണ് സാഗർ കൂടുതൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കാരണം ബിഗ് ബോസിലൂടെയാണ് സാഗറിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയുന്നത്. അതിന് പിന്നാലെ നിരവധി സിനിമകളിലും സാഗർ അഭിനയിച്ചു. ജോജു ജോർജ് സംവിധായകനായി ഇറങ്ങിയേറിയ ചിത്രമാണ് പണി. ജോജു തന്നെയാണ് ചിത്രത്തിലെ പ്രധാന നായകനും. ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും ചെയ്തു. ചിത്രത്തിൽ കയ്യടി നേടിയത് വില്ലന്മാരായി അഭിനയിച്ച സാഗർ സൂര്യയും ജുനൈസും തന്നെയാണ്. ബിഗ് ബോസിലൂടെയാണ് ഇരുവരും സിനിമയിലേക്ക് വന്നതും. തന്റെ അമ്മയെക്കുറിച്ചെല്ലാം വാതോരാതെ പറയുന്ന ആളാണ് സാഗർ സൂര്യ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു തന്നെ സ്ക്രീനിൽ കാണുക എന്നത്. അതുപോലെ തന്നെ തന്റെ പരിപാടി മാറ്റിവെച്ച അമ്മ ബിഗ് ബോസ് കാണുമായിരുന്നു. എന്നാൽ ബിഗ് ബോസിലെത്തിയപ്പോൾ അത് അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല എന്നും സാഗർ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ വെച്ച് സാഗറും സെറീനയും എന്നൊരു കോംബോ നമ്മൾ എല്ലാവരും ഏറ്റെടുത്തിരുന്നു. ഇവരുടെ വിവാഹം എപ്പോഴാണെന്നാണ് എല്ലാവരും ചോദിച്ചതും. ഇപ്പോൾ ബിഗ് ബോസ് താരമായ റോബിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഇതിന് പിന്നാലെ സാഗറും സെറീനയും വിവാഹിതരാകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. ഇരുവരും എപ്പോഴാണ് വിവാഹിതരാകുന്നത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്.